Hi everyone, my name is Harsha and welcome back. In this video, I will my top 5 favorite foundations. I use foundations. Under 1,000 rupees budget foundations. If you are a beginner, beginners foundation pro foundations First foundation personal favorite item and close item foundation. Yes, I'm talking about the Maybelline Fit Me foundation. This is our foundation. And the shade is 310 sun beige and perfect match shade. ഒരുപാട് ഇഷ്ടപ്പെടാൻ കാരണം തന്നെ ഇതിന്റെ ഷെയ്ഡ് റേഞ്ച് ആണ്. അതായത് ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്ക് Maybelline Fit Me'ൽ. നിങ്ങൾ ഏത് സ്കിൻ കളറാണ്, നിങ്ങൾ ഏത് സ്കിൻ ടോൺ ആണ്, നിങ്ങൾക്ക് Maybelline Fit Me'ൽ ഒരു ഫൗണ്ടേഷൻ ഷുവർ ആയിട്ടും കിട്ടും എന്നുള്ളതാണ് ഉറപ്പ്. ആദ്യമേ ഇതിന് കുറച്ച് വേരിയൻസ് ഉണ്ടായുള്ളൂ, പക്ഷെ പിന്നീട് അവരുടെ റേഞ്ച് ഭയങ്കര വൈഡാക്കി എല്ലാ സ്കിൻ ടൈപ്പിനും ഉള്ള ഷെയ്ഡ് ഇപ്പം നമുക്ക് Maybelline Fit Me'ൽ കിട്ടുന്നുണ്ട്. ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആയിട്ട് സൂട്ട് ചെയ്യും, കാരണം അത്രയും നല്ല മാറ്റ് കവറേജ് ആയിട്ടുള്ള foundation ആണ്. മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ് ഈ ഒരു ഫൗണ്ടേഷൻ. അപ്പോൾ കയ്യിലുള്ളത് ഇപ്പോൾ ഇങ്ങനത്തെ വേരിയന്റ് ആണ്, പക്ഷേ പമ്പൊന്നുമില്ല. പക്ഷെ ഇപ്പം പുതിയത് ലോഞ്ച് ചെയ്തതിൽ നമുക്കൊരു ഡിസ്പെൻസർ കിട്ടുന്നുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ്. പക്ഷേ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ദാറ്റ് ഇതിൽ സ്പാച്ചുല ഇല്ല, ഇങ്ങനെ ഡിസ്പെൻസർ ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് പ്രശ്നമില്ല. കുറച്ച് ഓക്സിഡൈസ്ഡ് ആവും ഈ ഒരു ഫൗണ്ടേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഐ പേഴ്സണലി ലവ് ദിസ് ഫൗണ്ടേഷൻ. ഇതിൻ്റെ ഫോർമുല ആണെങ്കിലും ഷെയ്ഡ് ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസ് ലിങ്ക്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആസ് എ ബിഗിനർ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ലാക്മി 925 പ്രൈമർ പ്ലസ് മാറ്റ് പെർഫെക്റ്റ് കവർ ഫൗണ്ടേഷൻ ആണ്. ആദ്യമേ എനിക്ക് ലാക്മിയുടെ ഫൗണ്ടേഷൻസ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു, ഓൺലി ബിക്കോസ് ഷെയ്ഡ് റേഞ്ച് ഉണ്ടായിരുന്നില്ല. 3 ഷെയ്ഡ് എങ്ങാണ്ട് ആകെ ഉണ്ടായിരുന്നുള്ളൂ, അതും ലൈറ്റ് ആയിരിക്കും. അതും ഭയങ്കര ഒരു എന്തോ പോലത്തെ കളേഴ്സ് മീൻസ് ഷെയ്ഡായിരുന്നു. പക്ഷേ ഈ ഒരു പുതിയ റേഞ്ച് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഷെയ്ഡ് റേഞ്ചസ് വന്നു. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് W240, അതായത് വാം ബേജ് ആണ്. അടിപൊളി ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഓയിലി സ്കിന്നിനൊക്കെ ബെസ്റ്റ് ആയിട്ട് സൂട്ട് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. കാരണം ആൻഡ് നല്ലൊരു കാര്യം ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രൈമർ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു പ്രൈമർ ഇടേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇതിൽ ഓൾറെഡി പ്രൈമറിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ളത് കാരണം. ആൻഡ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ്. നല്ല എന്താ പറയുക, നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഗ്ലൈഡ് ഓൺ ആയി പോകും. അത്രയ്ക്കും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ. ഇത് ഇടുന്നതിന് മുന്നേ നമുക്കൊരു പ്രൈമർ ഇടേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ടൊരു സെറ്റിംഗ് പൗഡർ ആവശ്യമോ ഒന്നും തന്നെ വരുന്നില്ല, കാരണം അത്രയ്ക്കും നല്ലൊരു മാറ്റ് ഫോർമുല ആണ്. ആൻഡ് പിന്നെ സെക്കൻഡറി കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കുക. ഇപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എനിക്ക് ഓയിലി സ്കിന്നാണ്. ആൻഡ് എനിക്ക് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതല്ല എനിക്കൊരു ഗ്ലോയി ഡ്യൂയി ഫിനിഷ് ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റർ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ സെറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഡ്രൈ സ്കിന്നിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാം, പക്ഷേ മേക്ക് ഷുവർ ചെയ്യുക ദാറ്റ് നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നന്നായിട്ട് സൂട്ട് ചെയ്യൂ, ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും. നെക്സ്റ്റ് ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇതാണ്. ഇത് Maybellineന്റെ സൂപ്പർ സ്റ്റേ 24 hour ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ്. ഇതും എൻ്റെ എന്താ പറയുക വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫൗണ്ടേഷൻസിൽ ഒന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു 24 hour ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഫുൾ കവറേജ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫൗണ്ടേഷൻ ഇഷ്ടപ്പെടും. ആൻഡ് അത്യാവശ്യം നല്ല ഷെയ്ഡ് റേഞ്ചസും ഈ ഒരു ഫൗണ്ടേഷനിലുണ്ട്. മാറ്റ് റേഞ്ചുള്ള ഫൗണ്ടേഷനാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയത് കാരണം എനിക്ക് ഒബ്വിയസ്ലി മാറ്റ് ഫിനിഷുള്ള പ്രോഡക്ട്സ് ആണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. ഒരു പാർട്ടി അങ്ങനത്തെ ഒക്കേഷനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫുൾ കവറേജ് ഫൗണ്ടേഷനാണിത്. ഓയിലി സ്കിന്നിന് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് സൂട്ട് ചെയ്യും. ആൻഡ് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ട്
ഫേസ് മോയ്സ്ചറൈസ് ചെയ്താലും മാത്രമേ ഈ ഒരു ഫൗണ്ടേഷൻ സൂട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നന്നായിട്ട് ഫേസ് പാച്ചി ആക്കും, ഡ്രൈ ആക്കും, ഫൗണ്ടേഷൻ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുകയും ചെയ്യും. ഇതിൻ്റെ ഫോർമുല ആണെങ്കിലും ഇതിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിൽ എൻ്റെ ഷെയ്ഡ് പറയാനാണെങ്കിൽ 310 സൺ പേജ് തന്നെയാണ്. നമ്മുടെ Maybelline ഫിറ്റ് മീയുടെ ഷെയ്ഡ് റേഞ്ച് തന്നെയാണ്. ഞാൻ നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് നൈക്ക സ്കിൻ ഷീൽഡ് ആൻറ്റി പൊല്യൂഷൻ ഫൗണ്ടേഷൻ ആണ്. ഈ ഒരു ഫൗണ്ടേഷനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിൻ്റെ ടെക്സ്ചർ ആയാലും ശരി, ഇതിൻ്റെ ഫോർമുല, ഫിനിഷിങ്ങും എല്ലാം ഒരുപാട് എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സൂട്ട് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ട് ഞാൻ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോഴും എന്തെങ്കിലും ലുക്സ് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് ശരിക്കും മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് തോന്നില്ല. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആണിത്. ഇതൊരു ഫിനിഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡെമി മാറ്റ് ഫിനിഷ് ആണ്. ഇനി ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് ലാസ്റ്റ് കാണിക്കാനുള്ളത് ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് ലോറിയൽ ഇൻഫാളിബിളിന്റെ 24 hour മാറ്റ് കവർ ഫൗണ്ടേഷൻ ആണ്. ഇത് പുതിയ പാക്കേജിംഗ് ആണ് കേട്ടോ, പഴയ പാക്കേജിംഗ് വേറെ ഉണ്ട്. ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് മാറ്റ് ഫോമുലയാണ്. നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഈ ഒരു ഫൗണ്ടേഷനിലുണ്ട്. എന്താ പറയുക, ഇങ്ങനെ എയർ ലൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ അത്രയ്ക്കും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണിത്. ഇട്ടാലും നമുക്ക് തോന്നുകയും കൂടിയില്ല നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ടെക്സ്ചറിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരു നോർമൽ ടെക്സ്ചറാണ്. ഒരുപാട് തിക്കല്ല, എന്നാൽ ഒരുപാട് തിന്നുമല്ല, നല്ല രസമായിട്ടുള്ളൊരു ടെക്സ്ചറാണിത്. ആൻഡ് ഇതിൻ്റെ ഒരു ലോഞ്ചിറ്റിവിറ്റിയെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. 24 hour എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും 24 hour തന്നെ ഉണ്ടാവും. അത്രയ്ക്കും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണിത്. ഇതിൻ്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ SPF 16 PA+++ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൺ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതൊരു മാറ്റ് ഫോമിലാണ്, അത് കാരണം നിങ്ങൾക്ക് വേണേലും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ശരിക്കും ഇതിൽ പറയുന്ന ഒരു നാച്ചുറൽ റിസൾട്ടാണ് കിട്ടുന്നതെന്നുണ്ടെന്ന് എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ്. നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പ് 5 ഫേവറേറ്റ് ഫൗണ്ടേഷൻസിൻ്റെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടേ ഉള്ളൂ: ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത് നിങ്ങൾ മടി കൂടാണ്ട് തന്നെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.